വിശുദ്ധ ഖുർആനിൽ മനോഹരമായൊരു ചരിത്രം പറയുന്നുണ്ട്. ഈ സമയത്ത് അത് വളരെ കാലിക പ്രസക്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ലോകം അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വലിയ പട്ടാള വ്യൂഹവുമായി കടന്നു വരുന്ന നേരത്ത് അവരുടെ മുമ്പിൽ പെട്ടുപോയൊരു ചെറിയ ഉറുമ്പിൻ കൂട്ടമുണ്ട്. ആ ഉറുമ്പിൻ കൂട്ടത്തിൻ്റെ നേതാവ് പറയുന്നുണ്ട്, ലാ യഹ്തിമന്നക്കും സുലൈമാനു വ ജുനൂദുഹു. കൂട്ടുകാരെ, ലോകം അടക്കി ഭരിക്കുന്ന ചക്രവർത്തി തൻ്റെ വലിയ പട്ടാള വ്യൂഹവുമായി വരുന്നുണ്ട്. അവരുടെ കുതിരകളുടെ കാൽക്കുളമ്പടിയിൽപ്പെട്ട് അവരുടെ തേരോട്ടത്തിൽപ്പെട്ട് നിങ്ങൾ ഞെരിഞ്ഞമർന്നു പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ന്യൂനപക്ഷമായ വളരെ ചെറിയ ഉറുമ്പിൻ്റെ കൂട്ടത്തിൻ്റെ നേതാവ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫതബസ്സമ ലാഹിഖൻ മിൻ ഖൗലിഹ. ഖുർആൻ പറയുന്നു, അവരെ ചവിട്ടി മരിക്കാനല്ല, തന്നോട് ചോദിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട്, തനിക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ആ ന്യൂനപക്ഷത്തെ ചവിട്ടി മരിക്കാനല്ല. അത് കേട്ട് അദ്ദേഹം മന്ദഹസിച്ചു അത്രേ. എന്നിട്ട് ആ ഉറുമ്പിൻ കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ഭയക്കേണ്ടതില്ല, നിങ്ങൾക്കൊരു പോറൽ പോലും ഞങ്ങൾ ഏൽപ്പിക്കുകയില്ല എന്നവർക്ക് നിർഭയത്വവും സമാധാനവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന മൃഗീയ ഭൂരിപക്ഷത്തിൽ അരുത് എന്ന് ചോദിക്കാൻ, അരുതെന്ന് പറയാൻ, എന്തിനു ചെയ്തു എന്ന് ചോദിക്കാൻ ഒരാളുമില്ലാത്ത സമയത്ത് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത ഉറുമ്പിൻ കൂട്ടത്തോട് അവരുടെ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ച ഒരു ഭരണാധികാരിയുടെ കഥയാണത്. ഭൂരിപക്ഷം കയ്യിലിരിക്കുമ്പോഴും ന്യൂനപക്ഷം തങ്ങളുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം നിസ്സഹായാവസ്ഥയിൽ നിൽക്കുമ്പോഴും അവരോട് നേരെ സ്നേഹത്തോടെ പുഞ്ചിരിക്കുവാനും, ഞങ്ങൾ നിങ്ങളുടെ ഒരു ആവശ്യത്തെയും ഹനിക്കുകയില്ല, ഒരു സ്വാതന്ത്ര്യത്തെയും കവർന്നെടുക്കുകയില്ല, നിങ്ങളുടെ ഒരു സ്വത്തും അപഹരിക്കപ്പെടില്ല, നിങ്ങൾ ഞങ്ങളുടെ കീഴിൽ സുരക്ഷിതരായിരിക്കും എന്നവരെ നോക്കി മന്ദസ്മിതത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. അതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ മേൽ അഹങ്കരിക്കുമ്പോഴല്ല, ന്യൂനപക്ഷത്തെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് ഭരണാധികാരിയായി മാറുക. ഇപ്പോൾ ഈ ഖുർആൻ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ മനോഹരമായ ഈ ചരിത്രം ലോകത്തോടൊന്ന് പറയണമെന്ന് തോന്നി, അത്രമാത്രം.